വിടവാങ്ങൽ ഇതിലും മനോഹരമാക്കാൻ ആർക്കും സാധിച്ചേക്കില്ല. മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ചേക്കേറുന്ന അന്റോയിൻ സെമനിയോ തന്റെ 26ാം ജന്മദിനത്തിൽ ബോൺമൌത്തിന് സമ്മാനിച്ചത് സമാനതകളില്ലാത്ത ഒരു പോരാട്ട വീര്യത്തിന്റെ കഥയാണ്. മത്സരത്തിന്റെ ഇഞ്ചറി ടൈമിൽ 95ാമത്തെ മിനിറ്റിൽ ടോട്ടനത്തിന്റെ നെഞ്ചുപിളർക്കുന്ന ആ വിജയ ഗോൾ പിറക്കുമ്പോൾ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളുകയായിരുന്നു. വിജയങ്ങളില്ലാതെ ഉഴലുകയായിരുന്ന ഒരു ടീമിനെ തന്റെ അവസാന മത്സരത്തിൽ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ വിജയതീരത്തെത്തിച്ച സെമനിയോ നിറഞ്ഞ കയ്യടികളോടെയും കണ്ണീരോടെയുമാണ് ആരാധകരുടെ ഹൃദയം കീഴടക്കി പടിയിറങ്ങിയത്. മത്സരത്തിന്റെ തുടക്കം ടോട്ടനത്തിന്റെ ആധിപത്യത്തോടെയായിരുന്നു. 5ാം മിനിറ്റിൽ തന്നെ മാത്യസ് ടെല്ലിലൂടെ അവർ മുന്നിലെത്തിയെങ്കിലും ബോൺമൌത്തിന്റെ പോരാളികൾ തളരാൻ തയ്യാറായിരുന്നില്ല. 22ാം മിനിറ്റിൽ ലിവാൻസണിലൂടെ സമനില പിടിച്ച അവർ 36ാമത്തെ മിനിറ്റിൽ 19കാരൻ ജൂനിയർ കോപ്രയിലൂടെ ലീഡെടുത്തു. യൂറോപ്പിലെ തന്നെ ഏറ്റവും അപകടം വിതക്കുന്ന കൗമാര താരമായി കോപ്രി മാറുമ്പോൾ ബോൺമൌത്തിന്റെ കരുത്ത് ലോകം തിരിച്ചറിയുകയായിരുന്നു. 2ാം പകുതിയിൽ പലീനയിലൂടെ ടോട്ടനം തിരിച്ചുവരാൻ ശ്രമിച്ചെങ്കിലും വിധി മറ്റൊന്നായിരുന്നു. അവസാന നിമിഷം വരെ ശ്വാസമടക്കി പിടിച്ചു നിന്ന പോരാട്ടത്തിനൊടുവിൽ സെമനിയോ എന്ന വജ്രായുധം ടോട്ടനത്തിന്റെ പ്രതിരോധ കോട്ട തകർക്കുക തന്നെ ചെയ്തു. ഈ ജയത്തോടെ ബോൺമൌത്ത് ലീഗിൽ 15ാം സ്ഥാനത്തേക്ക് കുതിച്ചപ്പോൾ തോൽവി ഭാരവുമായി ടോട്ടനം 14ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു. 11 മത്സരങ്ങളുടെ വിജയദാഹം തീർത്ത ഈ പോരാട്ടം പ്രീമിയർ ലീഗ് ചരിത്രത്തെ തന്നെ ഏറ്റവും ആവേശകരമായ തിരിച്ചുവരവുകളിൽ രേഖപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും.